വചനം പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയ ജെയിംസ് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഏത് ആത്മാവിനാൽ രേഖപ്പെടുത്തിയോ അതേ ആത്മാവിനാൽ പ്രകാശിച്ച് ലഭിക്കണമെന്ന്. വളരെ മനോഹരമായ ഒരു സത്യമാണ്. നാം ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വചനം, ഈ ജീവനുള്ള ചൈതന്യമുള്ള വചനം പ്രകാശിപ്പിച്ച് തരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇരമ്യാവ് 15:16 ഇരമ്യാവ് 15:16 ഞാൻ നിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇതൊരു ഭക്ഷണമാണ്. കേവലം അറിവ് മാത്രമല്ല, പിന്നെയോ ഭക്ഷിക്കുക, പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുത്തുക. അറിവ് മാത്രം, അറിവ് വേണം. അതിലുപരിയായിട്ട് വചനം കണ്ടെത്തി ഭക്ഷിച്ച് ബലം പ്രാപിക്കുക. അപ്പോൾ പിന്നെ എപ്പോഴിരുന്ന് വചനം പഠിക്കും. അതുപോലെ ഈ വചനം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ, അവർ ഏത് ആത്മാവിൻ്റെ നിലവാരത്തിലാണോ ഇതൊക്കെ എഴുതിയപ്പോൾ ഒരു ആത്മീയ മേഖലയിലേക്ക് ഉയർത്തപ്പെട്ടു. അത് മനസ്സിലാക്കണമെങ്കിൽ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 10 മുതലുള്ള വാക്യം നോക്കിയാൽ മതി. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിലെ 10 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾക്ക് വരുവാനിരുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ആ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതെന്ന് ആരാഞ്ഞന്വേഷിച്ചിരുന്നു. പിന്നെ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഒരു ആരാഞ്ഞന്വേഷിച്ചു. കർത്താവേ, ഈ വചനത്തിൽ എന്തെല്ലാം സത്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ ഒന്ന് ആരാഞ്ഞന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ള ദൈവമക്കളെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. കർത്താവ് അതിങ്ങനെ പ്രകാശിപ്പിച്ച് തരും. ഞാനൊരു ഉപകരണം മാത്രമായിരിക്കും. ആ വിധത്തിൽ പ്രാർത്ഥനയോടെ, കർത്താവെ പരിശുദ്ധാത്മാ പ്രകാശിപ്പിച്ച് തരണമേ. ഞാൻ സാധാരണ പഠിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കും കേട്ടോ. അത് നമ്മൾ കുറവൊക്കെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച കർത്താവേ അരുളി ചെയ്യണേ, എൻ്റെ ഹൃദയത്തിന് പ്രകാശിച്ച് തരണമേ, ആ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ആ ബൈബിൾ ക്ലാസ് പിന്നെ ഒരിക്കലും മറക്കാത്ത ക്ലാസ്സായിട്ട് പരിശുദ്ധാത്മാവ് അത് മനോഹരമായിട്ട് പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഗുരുഭൂതനായിട്ട് പഠിപ്പിക്കും. എന്നെ ഈ വചനം പഠിക്കുവാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു വാക്യമാണ് 2 തീമോത്തിയോസ് 3:16. 2 തീമോത്തിയോസ് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകാൻ. അപ്പോൾ വചനത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ദൈവശ്വാസ്യമാണ് എന്ന് പറഞ്ഞാൽ ഈ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഹൃദയം നിറയും. ദൈവിക അനുഭൂതിയുടെ ആനന്ദ ലഹരിയിലാകണം. അങ്ങനെ പഠിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇനി വചനം പഠിക്കുന്നതിൻ്റെ പ്രയോജനം എന്താ? ഒരു പ്രയോജനം 119-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യമാണ്. 119-ന്റെ 7-ാമത്തെ വാക്യം. നിൻ്റെ നീതിയുള്ള വിധികൾ പഠിച്ച് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ സഭയിലെ ഉപദേശിമാരും മൂപ്പന്മാരും എല്ലാം പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികളും ഞങ്ങളും ഒരു പരമാർത്ഥ ഹൃദയമുള്ളവരായി തീരണേ എന്ന്. അല്ലേ സഭയിലൊക്കെ പ്രശ്നമുണ്ടാകും, തലവേദനയാകും. ദൈവമേ, ഞങ്ങളുടെ സഭയെ വരുന്ന സഹോദരന്മാർ മൂപ്പന്മാർ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾക്കൊരു പരമാർത്ഥ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം സഹായിക്കണേ. അതിനെന്ത് വേണം? നീതിയുള്ള വിധികൾ പഠിക്കണം. അത് പഠിക്കുമ്പോഴും എല്ലാവരും ഓർക്കണം, ഈ പഠനം കൊണ്ട് എനിക്കൊരു പരമാർത്ഥ ഹൃദയം തരണേ അല്ലേ. ആ ഹൃദയത്തിൽ നിന്ന സ്തോത്രമാണ് യാഗം. ആ യാഗം ദൈവം സ്വീകരിക്കും. രണ്ടാമതൊരു വചനം പഠിക്കുന്നതിൻ്റെ പ്രത്യേകത 119-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യം. 119-11 എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. കണ്ട, വചനം കൊണ്ട് ഹൃദയം നിറഞ്ഞാൽ സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധി ഉപദേശിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നന്ദിയോടെ കർത്താവിനെ പാടി ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ, വാഴട്ടെ. അപ്പോൾ വചനം കൊണ്ട് ഹൃദയം നിറയും. അപ്പോൾ ഒരിക്കലും പാപം ചെയ്യാതെ നമ്മളെ ആ വചനത്തിൻ്റെ സത്യം നമ്മളെ സഹായിക്കും. അതിന് കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഈ ദിവസത്തെ ബൈബിൾ ക്ലാസ്സിൻ്റെ അടിസ്ഥാനം എല്ലാവർക്കും അറിയാം. വിജയകരമായ സഭാജീവിതം ഇല്ലേ? വിജയകരമായ സഭാജീവിതം എങ്ങനെ നയിക്കാൻ കഴിയും എന്നുള്ള പഠനമാണ്. അതിനാധാരമായിട്ട് നമുക്കൊരു വേദഭാഗം ശ്രദ്ധിക്കാം. തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം
3-ാം അധ്യായത്തിലെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ സാധാരണ എങ്കിലും വായിച്ച് സഹായിക്കുമോ അതോ ഞാൻ തന്നെ വായിച്ചു പോവാണോ? വായിച്ച് സഹായിക്കില്ലേ? ഒരു സഹോദരൻ വായിച്ചു. 1 തിമൊഥെയോസ് 3:14 മുതൽ 16 വരെ. ആശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന് തൂണും അടിസ്ഥാനമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കേണ്ടത് നീ അറിയേണ്ടതിന് വേണ്ടി ഞാൻ ഇതെഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകും. എൻ്റെ പ്രാരംഭം ഒന്ന് നോക്കിക്കേ. താമസിച്ച് പോയാലോ സത്യത്തിന് തൂണും അടിസ്ഥാനമായ ദൈവത്തിൻ്റെ സഭയാകുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയണം. അപ്പം സഭയിൽ എങ്ങനെ നടക്കണം ചോദ്യമാണ് അല്ലേ? ഈ ക്ലാസ്സിൻ്റെ 1-ാമത്തെ പോയിൻ്റാണ്. സഭയിൽ എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എങ്ങനെ നടക്കാനുള്ളതല്ല സഭാജീവിതം ഇല്ലേ? ക്രിസ്തു ജീവിതം എങ്ങനെ നയിക്കാനുള്ളതല്ല. 53-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. പിന്നെ അവർ വഷളന്മാരായിട്ട് മ്ലേച്ഛത പ്രവർത്തി. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുണ്ട് അല്ലേ? സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയും ജീവിക്കാനുള്ളതല്ല ക്രിസ്തു ജീവിതം. പിന്നെയോ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എങ്ങനെ നടക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 8:14 അതിൻ്റെ ഉത്തരം. എങ്ങനെ നടക്കണം? ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ. റോമർ 8:14 അല്ലേ? ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം ഒരു ഉത്തരം. പിന്നെ എങ്ങനെ നടക്കണം? ദൈവത്തിൻ്റെ ആലോചനയാൽ നടക്കണമെന്നുണ്ട്. 73-ാം സങ്കീർത്തനത്തിൻ്റെ 24-ാമത്തെ വാക്യം, ദൈവമേ നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിലോ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന, അതിനാണ് ബൈബിൾ ക്ലാസ്. ദൈവത്തിൻ്റെ ആലോചനയാൽ നടക്കും. 2 ദൈവാത്മാവിനാൽ നടത്തപ്പെടും. എന്തുകൊണ്ടാണ് ദൈവാത്മാവിനാൽ നടത്തപ്പെടണമെന്ന് എഴുതിയിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവരൊക്കെ രക്ഷിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുകയായിരുന്നില്ലേ? നാം രക്ഷിക്കപ്പെട്ടത് എല്ലാവരും പറയും. എങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന് ദാനം അത്രയാകും. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ കൃപയാൽ വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെടുന്നത്. അതേത് വിശ്വാസമാണ്? ഈ ദൈവദാസന്മാരെല്ലാം സുവിശേഷം പറയുന്നവരാണ്. സുവിശേഷം പറയുമ്പോൾ ചിലപ്പോൾ 10ഉം 14 ഈ ആഴ്ച തന്നെ 3 ദിവസം സുവിശേഷം അറിയിച്ചു വീട്ടിൽ കയറി. എത്രയോ പേരാണെന്നറിയാം വിശ്വസിക്കുന്നത്. പക്ഷേ എല്ലാവരും വീണ്ടും ജനിക്കുന്നില്ല. ധാരാളം പേര് വിശ്വസിച്ചേറ്റ് പറയുന്നുണ്ട്. പക്ഷേ പിന്നെ അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ അവർക്ക് അതുമായിട്ടൊരു ബന്ധവും ഇല്ല. അവർ വിശ്വസിച്ചോ? നമ്മുടെ പ്രതിപക്ഷ നേതാവും ഒക്കെ വിശ്വസിക്കുന്നതാണ് പറയുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ മൊത്തം ബൈബിൾ അറിയാം. പക്ഷെ അവർ വീണ്ടും ജനിച്ചോ? അവർ വേറെടുത്ത് ചെല്ലുമ്പം വേറൊരു പ്രസംഗം ചെയ്യും. അപ്പോൾ ഇവർ അന്ന് പ്രസംഗിച്ചായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. വേറെടുത്ത് ചെല്ലുമ്പോൾ വിഗ്രഹങ്ങൾ ഉയർത്തി അങ്ങ് പ്രസംഗിക്കും. അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിപരമായ വിശ്വാസമുണ്ട്. പക്ഷെ ഈ വിശ്വാസം ഏതാ? അപ്പോസ്തല പ്രവൃത്തി. വീണ്ടും ജനിക്കുന്ന വിശ്വാസം ഏതാ? അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലെ 8ഉം 9ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലെ 8ഉം 9ഉം വാക്യങ്ങൾ. സാക്ഷി നിന്ന് ഈ വിശ്വാസമാണ് വീണ്ടും ജനിപ്പിക്കുന്ന വിശ്വാസം. വിശ്വാസത്താൽ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. അപ്പം ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം അതാ, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ആത്മാവെന്ന ആദ്യ ദാനം അല്ലേ? ആദ്യം പരിശുദ്ധാത്മാവ് വന്നിട്ടുള്ള വിശ്വാസം. സുവിശേഷത്തിൻ്റെ സത്യവചനം കേട്ടപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഹൃദയം ദൈവത്തിനറിയാം. മാനസാന്തരപ്പെടുന്ന ഹൃദയം ദൈവത്തിനറിയാം.
രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ്റെ ഹൃദയം ദൈവത്തിനറിയാം, ചുങ്കക്കാരൻ്റെ ഹൃദയവും, അതായത് ഹൃദയങ്ങളെ അറിയും ദൈവം എന്നുള്ള വിശദീകരണം. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചപ്പോഴോ മാറത്തടിച്ചോണ്ട് പ്രാർത്ഥിച്ചു. ആ ഹൃദയം ദൈവത്തിനറിയാം. അതുപോലെ വിശ്വസിക്കുന്നവർ, മഹാഭാവിയാണേ രക്ഷിക്കണേ, അവിടെ സമർപ്പണം ഉണ്ടാകുക, ശിശുക്കളെ പോലെ ആയിത്തീരുക, താഴ്മയുള്ളവരുടെ മനസ്സ്, മനസ്താപമുള്ള ഹൃദയം, തകർന്നെന്നുറങ്ങിയ ഹൃദയം, ദൈവം അംഗീകരിക്കുന്ന ഹൃദയം. ആ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താലുള്ള വിശ്വാസം നടക്കുന്നത്. അതാണ് എഫേസ്യർ 1:19 അല്ലേ? എഫേസ്യർ 1:19 നോക്കിയേ. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ വിശ്വസിച്ചവർ ആണ് വീണ്ടും ജനിക്കുന്നത്. അവരിൽ അന്ന് മുതൽ പരിശുദ്ധാത്മ വ്യാപരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കണോ? നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കണോ? കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 13-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേ. ഞാൻ 38 വർഷമായിട്ട് ദിവസവും പരിശോധിക്കുന്ന ആളാണ് കേട്ടോ. ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് 4:30 മുട്ടമേ നിന്ന് എൻ്റെ വിശ്വാസം, ഞാൻ വീണ്ടും ജനിച്ച നിമിഷം ഓർത്തു. മുട്ടമേ നിന്ന് അത് ഓർക്കുന്നത്, വീണ്ടും ജനിച്ച സമയം പരിശുദ്ധാത്മാ ഹൃദയത്തിൽ വന്നിട്ട് വ്യാപരിച്ച ആ നിമിഷം, ഓ എന്തോ മനോഹരമായല്ലേ. തെസ്സലോനിക്ക വിശ്വാസികൾ അങ്ങനെയായിരുന്നു അവർ വീണ്ടും ജനിച്ചത്. നമുക്ക് ആ വാക്യം നോക്കാം, അപ്പോൾ ഇത് കൂടുതൽ വിശദീകരിച്ച് ലഭിക്കും. തെസ്സലോനിക്കർക്ക് 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. സ്തുതിക്കുന്നു. വിശ്വസിക്കുക, നിങ്ങൾ അതെന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. എന്താ കാരണം? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അതെല്ലാവരും കേൾക്കും. 1-ാമത്തെ സ്റ്റെപ്പ് ഇല്ലേ? അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ വിശദീകരണം? ആ വിശദീകരണം ബൈബിളിൽ തന്നെ ഉണ്ട്, എങ്കിലേ അത് ശരിയാകത്തുള്ളല്ലോ. യെശയ്യാ 66 യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗ്യം. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും, അല്ലേ? ശരിയല്ലേ അത്? എങ്കിലും അതതിൻ്റെ വിശദീകരണം. സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എന്താ കടാക്ഷം? കർത്താവ് പറയാ, അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനായ മനുഷ്യൻ എന്താ കടാക്ഷം? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവ കടാക്ഷം പരിശുദ്ധാത്മ ഉള്ളത്തിൽ വന്ന, അത് ദിവസവും മുട്ടുകുത്തുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കടാക്ഷമുണ്ടോ? ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, സുവിശേഷം അറിയിക്കുന്നത്. ഏത് പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടുന്നത് അതുകൊണ്ടാണ്. ഏത് നിന്ദയും പരിഹാസവും ബുദ്ധിമുട്ടും എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ക്രിസ്തുവേശിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എന്തോ ഉണ്ട്. പ്രത്യേകിച്ച് ഉപദേശിമാർക്കോ ഓരോ ഉപദേശം എടുക്കുക ചിലപ്പോൾ ഓരോ ഉപദേശിമാർ പറയാം. അപ്പം ഞാനെന്ത് ചിരിക്കും, കാരണം എല്ലാവർക്കും ഉണ്ട് ഇത്, ഉള്ളി ചിരി വരും കേട്ടോ. പക്ഷെ ഇതെല്ലാം സന്തോഷത്തെ സഹിക്കുന്നതുകൊണ്ടാണ്, പരിശുദ്ധാത്മ വ്യാപരിക്കുന്നതുകൊണ്ട്, പരിശുദ്ധാത്മ ഉള്ളത്തിൽ വന്നതുകൊണ്ട്. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾ അത് വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നാലുണ്ടല്ലോ അതിങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്ക് ചിന്ത പറയുമ്പോൾ, ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കണം. അവരെന്ത് ചെയ്യും? അവർ ദൈവാത്മാവിനാൽ നടത്തപ്പെടും. എങ്ങനെയും നടക്കത്തില്ല. ഈ മനോഹരമായ സത്യം ഇട്ടങ്ങോട്ടേലും പോവുമോ? പത്രോസ് പറഞ്ഞു, കർത്താവേ അവിടുത്തെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ. സാധു കൊച്ചുദേശി പറഞ്ഞു, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല.
ദൈവാത്മാവിനാൽ. എങ്ങനെ നടക്കും? പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നവർ, അവർക്ക് ലഭിച്ച ഈ അത്യന്ത ശക്തി, അസല്യ നിക്ഷേപം അവർ സൂക്ഷിച്ച് ദൈവാത്മാവിനാൽ നടത്തപ്പെടും. എങ്ങനെ നടക്കണം? ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആലോചനയാൽ നടക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സഭയിൽ എങ്ങനെ നടക്കണമെന്ന്, അല്ലേ? ഒന്ന് വിശ്വാസികൾ എങ്ങനെ നടക്കണം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. ദൈവസഭാ ജീവിതം, സഭാജീവിതം എങ്ങനെ നയിക്കണം. അതിനൊന്നാമതായിട്ട് സഭ എന്താണെന്ന് അറിയണം, അല്ലേ? എന്താണ് സഭ? സഭയിൽ എങ്ങനെ നടക്കണമെന്നുള്ള അറിയണമെങ്കിൽ ഒന്നാമത് സഭ എന്താണെന്ന് അറിയാം. എന്താ സഭ? ഒന്ന്, വേദപുസ്തകത്തിന് ഉത്തരവുണ്ട്. ഒന്ന്, സഭയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. മത്തായി സുവിശേഷം 16:18. സഭ ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. രണ്ടാമതായിട്ട് സഭ ഒരു ജീവൽ ഘടനയാണ്, സംഘടനയല്ല. കൊലോസ്യർ, പിന്നെ നമുക്ക് എടുക്കാം, പെട്ടെന്ന് ആ ടൈറ്റിലൊന്ന് പറഞ്ഞു പോവുകയാണ്. കൊലോസ്യർ 1:18 ഇല്ലേ? അവിടെ സഭ ജീവൽ ഘടനയാണ്. മൂന്നാമതായിട്ടോ സഭ ദൈവിക ഭവനമാണ്. എഫേസ്യർ 2:19. എഫേസ്യർ 2:19. സഭ ദൈവത്തിൻ്റെ കുടുംബമാണ്. 4, സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുണ്ട്, സത്യത്തിൻ തൂണും അടിസ്ഥാനവുമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് സഭ അത് ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. ദൈവത്തിൻ്റെ സ്ഥാപനം. മത്തായി സുവിശേഷം 16-ാമത്തെ വാക്യം. മത്തായി 16:18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ എൻ്റെ സഭയെ പണി. ഇല്ലയോ? ശരിയല്ലയോ? റവണൻ ശരിയല്ലയോ? നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. ഞാൻ എൻ്റെ ബാലപ്രായത്തിൽ എങ്ങനെയാണ് പഠിച്ചു വെച്ചെന്നറിയാമോ? പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി. അയ്യോ, അതൊന്നും മാറ്റിയെടുക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാം. ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മറന്നു പോകത്തില്ലെന്നേ ചെറുപ്പത്തിൽ പഠിക്കുന്നത്. ഞാൻ പിന്നെ അത്ര പ്രാവശ്യം പഠിച്ചാൽ മാറിയത്. ഞാൻ മർത്തോമക്കാരായിരുന്നേ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ യാക്കോബക്കാരും കത്തോലിക്കരും ഒക്കെ ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ പറയും, പത്രോസേ നീ പാറയാകുന്നു, പത്രോസാകുന്ന പാറമേൽ കർത്താവിൻ്റെ സഭയെ പണിതെന്ന് അവർ പറയുന്നു. എന്നാൽ നീ പത്രോസാകുന്നു, ഈ പാറമേൽ, ഇത് പറഞ്ഞാലും ഇവർ സമ്മതിക്കത്തില്ല. അതാ പത്രോസാണെന്നേ പറയത്തുള്ളൂ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ പത്രോസൻ നോക്കിക്കണ്ട് കർത്താവ് പറഞ്ഞെന്നേ അവർ പറയത്തുള്ളൂ. പിന്നെ എങ്ങനെ തിരുവഴുത്തിലേക്ക് നോക്കുമ്പോഴാണ് അതിന് ഉത്തരം കിട്ടുന്നത്, ഇല്ലേ? ഈ പാറ കർത്താവാണെന്നറിയണമെങ്കിലോ അതിന് ഇഷ്ടം പോലെ റെഫറൻസ് ഉണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ആയിരുന്നു. ചേർന്നു തിന്നു. ആ പാറ ക്രിസ്തുവാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴെയായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ നടന്നു. എല്ലാവരും മേഘത്തിന് നടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. പിന്നെ എഴുതിയിരിക്കുന്നത് അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാണ്. അതിൻ്റെ പശ്ചാത്തലം ഒന്നും ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, സീൻ മരുഭൂമിയിൽ, സംഖ്യാപുസ്തകം 20 അധ്യായം പഠിച്ചാൽ അറിയാം. സീൻ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ വെള്ളം കിട്ടാതെ വന്നപ്പോൾ എന്തോ ചെയ്തു? കലഹിച്ചു. അവരുടെ ഒരു പരിപാടിയായിരുന്നു. ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതം പഠിച്ചാലറിയാം, അവരുടെ മരുഭൂമി യാത്രയുടെ ആരംഭം മുതൽ അവസാനം വരെ ഒരു പ്രശ്നം വന്നാൽ കലഹിക്കും, പ്രാർത്ഥിക്കത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് പഠിക്കുമ്പോൾ ഒന്ന് ഓർക്കണം എപ്പോഴും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ എല്ലാവരെയും വിളിച്ചറിയിക്കും. ഒരു ചെറിയ പ്രശ്നം പറഞ്ഞാൽ അങ്ങ് വഷളാക്കും, ഒന്ന് പ്രാർത്ഥിക്കത്തില്ല, കലഹിക്കും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കുഞ്ഞു പ്രശ്നമായിരിക്കാം, സഭയിൽ ഒരു ചെറിയ പ്രശ്നമായിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ ആ പ്രശ്നം അപ്പോഴേ തീരുന്നതാ. പിന്നെ എടുത്ത് അതങ്ങോട്ട് വലിച്ചു നീട്ടി വഷളാക്കി. ഇസ്രായേൽ മക്കൾ മുഴുവനും കിടന്ന് കലഹിച്ചു. മോശയോ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടി. 2 കൂട്ടരാ. ഞാനിപ്പോൾ അതങ്ങോട്ട് വിശദീകരിക്കുന്നില്ല, ഒരു വലിയ പഠനമാണ് അത്. അവർ കലഹിച്ചു. നമ്മൾ ഒരു സഭയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആരോടും പറയുന്നതിന് മുമ്പേ കർത്താവിലേക്ക് നോക്കിയാൽ, എൻ്റെ ദൈവമേ, സഭയൊക്കെ എത്ര സ്വർഗീയ സന്തോഷം കൊണ്ടെന്നറിയാമെന്നറിയാമോ? ഇവരുടെ ആരംഭം മുതൽ അവസാനം വരെ ഇവർ കലഹിച്ചു. മോശ മാത്രം പ്രാർത്ഥിച്ചു, ഉത്തരം ലഭിച്ചു. എന്താണെന്ന് പിന്നെ നമുക്ക് ചിന്തിക്കാം. ഇപ്പം അതിന് പോകുന്നില്ല. അപ്പോൾ ആ പാറ ക്രിസ്തുവാകുന്നു. ഇനി പത്രോസിനെ കൊണ്ട് തന്നെ കർത്താവ് എഴുതിച്ചിട്ടില്ലയോ പാറ ഞാനല്ലേ കർത്താവാണെന്നില്ലേ? 1 പത്രോസ് 2:4 നോക്കിയേ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ
ജീവനുള്ള കല്ലാകുന്ന അവൻ്റെ അടുക്കൽ ചെന്ന് നാമും ആ പാറയിലാണ്. അപ്പോൾ ക്രിസ്തു എന്ന പാറമേൽ, ഇനി ആ വാക്യം നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും. ക്രിസ്തു എന്ന പാറമേൽ കർത്താവിൻ്റെ സഭയെ ആരാ പണിയുന്നത്? കർത്താവ് പണിയുന്നു. സഭയിലൊക്കെ നമ്മൾ വരുമ്പോൾ ഓർക്കണം, ഈ സത്യം എപ്പോഴും എന്താ സഭ? ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുന്നു. മൂപ്പന്മാർ ഓർക്കണം, ഉപദേശിമാർ ഓർക്കണം, വിശ്വാസികൾ ഓർക്കണം. അപ്പം നമ്മളാരാ? അപ്രയോജനഭൃത്യരാണ്. ഒന്നോർത്തേ, ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതെപ്പോഴും വിശ്വാസികളെയും എല്ലാവരും നമ്മളെല്ലാം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. വളരുമാറാക്കുന്നത് കർത്താവ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവിടെ പ്രശ്നം വരത്തില്ലെന്ന്. ഇതെല്ലാവരുടെ ഹൃദയത്തിൽ നിറയണം. ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുന്നു. അപ്പം ഈ ഹോളിലേക്ക് വരുമ്പോഴോ അല്ലെ വീട്ടിലിരിക്കുമ്പോഴോ എപ്പോഴും സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ സത്യം പഠിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, സാത്താൻ ഇടം കൊടുക്കും, നമ്മുടെ എല്ലാം ഹൃദയം വഷളായി പോകും. ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാകും. ഇത് എൻ്റെ ഹൃദയത്തിൽ നിറയണം. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, ഇത് കർത്താവിൻ്റെ സഭയിൽ കർത്താവിൻ്റെ പാറമേൽ കർത്താവ് പണിയുന്നു. ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുന്നു. നമ്മൾ അപ്രയോജന ഭൃത്യന്മാരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും ചെയ്യാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുക. ഫിലിപ്പിയർ 2:3 ഇല്ലേ, റെഫറൻസ് എഴുതുന്നവർക്ക്. ഫിലിപ്പിയർ 2:3. ശാഠ്യത്താലും ദുരഭിമാനത്താലും ഒന്നും എന്താ ശാഠ്യത്താലും ദുരഭിമാനത്താലും പറഞ്ഞത്? ശാഠ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തന്നെ ശരി, ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കണം. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോണം. വചനം എന്ത് പറയുന്നു? ഞാനായിട്ടൊരു അനൗൺസ്മെന്റ് ചെയ്യരുത് വിശ്വാസികൾ അനുസരിക്കാൻ വേണ്ടി. പിന്നെയോ, ദൈവത്തിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു അത് ഞാനും നിങ്ങളും അനുസരിക്കുക. അതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നത്. അതാ ശാഠ്യം. ഈ ശാഠ്യം കൊച്ചു പിള്ളേരോടൊക്കെ പറയും, ശാഠ്യം പിടിച്ച് കരയരുതെന്നില്ലയോ. അവരെന്തേലും ഒന്ന് ഉദ്ദേശം തെറ്റാണെങ്കിലും അത് തന്നെ വേണമെന്നും പറഞ്ഞ് കിടന്ന് കരയുന്നതിന് ആ ശാഠ്യം പിടിച്ച് കരയാന്ന് പറയും. ഇവിടെ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മുടെ സ്വർഗീയ പിതാവ് പറയാം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാഠ്യം പിടിച്ച് വഴക്കുണ്ടാക്കല്ലേ. ശാഠ്യം ഉണ്ടാകരുത്. പിന്നെ ദുരഭിമാനം, അഭിമാനത്തിൻ്റെ പേരിൽ ദുരഭിമാനം. എന്താ? എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, ഞാനും മൈൻഡ് ചെയ്യത്തില്ല. അതാണ് ദുരഭിമാനം. എന്നാലും എന്നെ കണ്ടിട്ട് അവന് കൈ തന്നില്ലല്ലോ, അടുത്ത പ്രാവശ്യം ഞാനും കൈ കൊടുക്കത്തില്ല. എൻ്റെ വീട്ടിലെ പ്രാർത്ഥന വെച്ചിട്ടാണ് ആ സഹോദരി വന്നില്ല, ഞാനും പോകത്തില്ല. ദുരഭിമാനം, ദുരഭിമാനം. ഇതെടുക്കരുത്. സഭ മുന്നോട്ട് പോകണോ? ഈ രണ്ട് കാര്യം വേണം. ശാഠ്യം, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി, ഒരിക്കലും ആകരുത്. ഇത് കർത്താവിൻ്റെ സഭയെ ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവ് പണിയുന്ന സഭയാണ്. ആ സത്യം എപ്പോഴും നമ്മളെ സ്വതന്ത്രരാക്കും. അല്ല, ഇല്ലാത്ത ഭാരമെല്ലാം കൂടെ തലേ വെച്ചുകൊണ്ട് നടക്കും. സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. ഇതാ സത്യം. കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുന്നതാ. അതുപോലെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആരാ? എന്താ അപ്രയോജന ഭൃത്യന്മാർ പറയാൻ കാരണം? നമ്മളൊക്കെ സഭയിൽ ദത്തെടുക്കപ്പെട്ടവരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാണ് ഇല്ലേ. നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യർ 1:4 മുതൽ. നാം തൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധ ആകേണ്ടതിന് തിരഞ്ഞെടുക്കുകയും എന്തോ മനോഹരമല്ലേ. നാം തൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. നമ്മളെ ദത്തെടുത്തതാ. എന്താ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു 30 വർഷത്തിന് മുമ്പ് ഞാൻ മാവേലിക്കരയിലെ ആശുപത്രി സുവിശേഷം അറിയിക്കുകയായിരുന്നു. സുവിശേഷം എല്ലാം അറിയിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചിട്ട് ആമേൻ പറഞ്ഞപ്പോൾ ഒരാളും കൂടെ നിന്ന് ആമേൻ പറഞ്ഞു. സാമെന്ന് പറയുന്നൊരു യൗവനക്കാരനാണ്, പെന്തക്കോസ്തിലെ യുവാവ്. അവൻ ഈ സുവിശേഷം കേട്ടപ്പോൾ ഞാൻ കാണുന്നില്ല ആളിനെ, അവൾ പുറകെ നിൽക്കുമായിരുന്നു. അന്ന് എന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പേര് പാസ്റ്ററെ എന്നതിനെ വിളിച്ചു. എൻ്റെ സാമെന്നാണ്. അന്ന് എന്നോട് വലിയ സ്നേഹം. ഞാൻ എവിടെ നിന്ന് പ്രസംഗിച്ചാൽ ഓടി വന്ന് പാസ്റ്ററെ എന്നൊക്കെ പറഞ്ഞ് കൈ തരും. എപ്പോഴും പലയിടത്തും കാണും. ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയാണ് ആൾ താമസം, എങ്കിൽ ഞങ്ങളിങ്ങനെ കാണും, ഔട്ട് റീച്ചിനൊക്കെ ഇങ്ങനെ കാണും. ഒരു ദിവസം ഞാൻ ആ കൊറത്തിയാട് സ്ഥലത്ത് സുവിശേഷം അറിയിച്ചിന് ഒരു വീട്ടിൽ കയറിയപ്പോൾ യാദൃച്ഛയായിട്ട് ഈ സാമിൻ്റെ വീട്ടിൽ ചെന്നു. വീടിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോഴേ സാം ഓടി വന്നു, എന്നെ കെട്ടിപ്പിടിച്ചിടന്ന്, പാസ്റ്ററെ ഇതാ എൻ്റെ വീട് കേട്ടോ, ഇതെൻ്റെ വീടാണ് കേട്ടോ, പിന്നെ ഇതെൻ്റെ ഭാര്യ,
എൻ്റെ മക്കളാണ്. ഞാൻ ഇന്നലെ ലാലി ബ്രദറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇതെൻ്റെ വീടാണ്, എൻ്റെ ഭാര്യ എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. ഇതേക്കാണെങ്കിൽ ഇതെൻ്റെ വീടാണ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. ഞാനിങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞ പാസ്റ്ററെ, എന്നെ ഇവിടെ ദത്തെടുത്തതാ കേട്ടോ. എൻ്റെ കുഞ്ഞിലെ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു, ഇവിടുത്തെ അമ്മ എന്നെ ദത്തെടുത്തു. അതുകൊണ്ട് എനിക്കൊരു വീടുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഞ്ചായത്തിൽ എൻ്റെ പേരുണ്ട്. എന്താ കാരണം? ഈ അമ്മ എന്നെ ദത്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ രോഗിയായിട്ട് കിടക്കുക. അമ്മ എങ്ങനെയാണെന്ന് ശുശ്രൂഷിക്കുന്നത്? പൊന്നുപോലെയായി കൊച്ചൻ ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടതാ, എൻ്റെ കണ്ണാലെ കണ്ടത്. അപ്പോൾ അവൻ്റെ മനോഭാവം എന്താ? ഞാൻ ദത്തെടുക്കപ്പെട്ടതാണ്. അവൻ്റെ ആ വിനയം, സമർപ്പണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സഭയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ദത്തെടുക്കുക. എത്രയോ പേരെ കഞ്ചാവ് അടിച്ച് നടക്കുന്നില്ലേ? എത്രയോ പേര് ലക്കില്ലാതെ നടക്കുക, എത്രയോ കൊലപാതകന്മായി തീരുന്നത്. അതിനൊരാളെ തീരത്തില്ലായിരുന്നു നമ്മളെ ദത്തെടുത്തില്ലായിരുന്നെങ്കിൽ. നമുക്ക് സുബോധം കിട്ടിയില്ലേ? നമ്മൾ നന്ദിയുള്ളവരായി തീരണ്ടേ? എത്രയോ പേര് ബുദ്ധിയില്ലാതെ, എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്ന നിസ്സാര കാര്യത്തിന്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പോയപ്പോഴാണ്, മണ്ണാർശാല ശുശ്രൂഷിച്ചപ്പോഴാണ്. ആ മണ്ണാർശാല ഈ പിന്നെ വെല്ലൂർ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ ആങ്ങളെയാണ് പറഞ്ഞത്. എൻ്റെ പെങ്ങളുടെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇന്ത്യയിലെ ഫേമസ് ഡോക്ടറാണ്. അവരുടെ മകൻ PhD ഒക്കെ കോഴ്സ് ചെയ്യണം. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്തു. അവന് വേണ്ട സ്നേഹം കിട്ടിയില്ലെന്ന് പറഞ്ഞ് എഴുതി വെച്ച്. കാരണം അമ്മയ്ക്ക് ഒരു ദിവസം എത്ര സർജറി ആണെന്നറിയാമോ? അവരെ ഹോസ്പിറ്റലുകാർ വിടത്തില്ല. അപ്പോൾ അവന് ഈ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഷെയർ ചെയ്യാൻ ആരുമില്ല. അവൻ ആത്മഹത്യ ചെയ്തെന്ന് ഈ അടുത്ത സമയത്താണ്. അവിടെ എല്ലാം ഡോക്ടർമാരെല്ലാം ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുക. അത്ര വലിയ ഫേമസ് ആയ ഡോക്ടറുടെ മകനാണ് ആത്മഹത്യ ചെയ്തത്. നമ്മളൊക്കെ എന്താ ആത്മഹത്യ ചെയ്യാത്തത്? പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്. നമുക്കൊരു സ്വർഗീയ പിതാവുള്ളതുകൊണ്ടല്ലേ, നമുക്ക് സകല ബുദ്ധിയേയും കവിയുന്ന ദിവ്യ സമാധാനം ഉള്ളതുകൊണ്ടല്ലേ. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ, ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ എന്താ, ആരോഗ്യം ഇല്ലെങ്കിൽ എന്താ, എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും എന്താ, ഒരു സ്വർഗീയ പിതാവില്ലേ? എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലേ സഭയെ വരുമ്പം. ഇതൊക്കെ ഓർക്കണം. നാം ദത്തെടുക്കപ്പെട്ടവരാണ്, നാം അപ്രയോജന ഭൃത്യന്മാരാണ്, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഈ സത്യം കൊണ്ട് ഹൃദയം നിറയണം. കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ. മഹോദരത്തിന് മുമ്പാണോ കർത്താവ് വരുന്നത്, പിമ്പാണോ? ചീർപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ നടുക്കലത്തെ വാക്യം അതാണ്. ഇവിടെ എന്തെങ്കിലും ഭക്തി കിട്ടുമോ? ആരംഭത്തിലെ വാക്യം അതാണ്, അവസാനത്തെ വാക്യം അതാണ്. ഇതൊന്നും ഭക്തി കിട്ടുന്ന കാര്യമല്ല. നമ്മൾ ആരായിരുന്നു, നമ്മളെ എങ്ങനെ കർത്താവ് വീണ്ടെടുത്തത്, ഇതുകൊണ്ട് ഹൃദയം നിറഞ്ഞാലുണ്ടല്ലോ നാം ഭക്തിയുള്ളവരായി തീരും. സഭയിൽ ഞാൻ മൂലം ഒരു പ്രശ്നം, ഈ മനോഭാവത്തോടെ വരുന്ന ആരെങ്കിലും സഭയിൽ പ്രശ്നം ഉണ്ടാക്കുമോ? ഈ സത്യം മനസ്സിലാക്കിയ ഇല്ല. നമ്മളൊക്കെ ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുന്നു. നാം അപ്രയോജനഭൃത്യരാണ്, നാം ദത്തെടുക്കപ്പെട്ടവരാണ്. നന്ദിയുള്ളവരായി എപ്പോഴും ഭക്തിയോടെ കർത്താവിനെ സേവിക്കണം. രണ്ടാമതായിട്ട്, കർത്താവ് സഭയെ സ്ഥാപിക്കുമ്പോൾ കർത്താവ് എങ്ങനെയാണ് സഭയെ സമ്പാദിച്ചത്? എങ്ങനെയാണ് കർത്താവ് സഭയെ സമ്പാദിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നോക്കിയേ. അപ്പോസ്തലപ്രവൃത്തി 20-28. നിങ്ങളെ തന്നെയും നിങ്ങളെ തന്നെയും കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാക്കളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചു. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് സഭയെ സമ്പാദിച്ചത്? സ്വന്തം രക്തത്താൽ അല്ലേ. ഗസവൻ തോട്ടത്തിൽ കവിണ് വീണ് വീർപ്പ് ചോരത്തുള്ളി പോലെ ഒഴുകത്തക്കവണ്ണം പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചതില്ലേ, സ്വന്തം രക്തത്താൽ. സാധാരണ കാരണന്മാരൊക്കെ ഈ നാട്ടിലെങ്ങനെ, ഞങ്ങളുടെ നാട്ടിലെ കാരണന്മാരെന്തെങ്കിലും പ്രസ്ഥാനമൊക്കെ ഉണ്ടെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ മക്കളെ ഏൽപ്പിക്കുമ്പോൾ പറയും, മോനെ കണ്ടമാനം കളയടാ, ഇത് അപ്പച്ചൻ്റെ വിയർപ്പിൻ്റെ ഫലമാടാ, നീ ഇതൊന്നും കണ്ടമാനം കളയല്ലേ. ചില പിതാക്കന്മാരെന്നെ പെട്ടെന്നൊന്നും കൊടുക്കത്തില്ല പിള്ളേർക്ക്. ഞാൻ തൃശ്ശൂർ ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു വീട്ടിലെ യോപ്പച്ചായ എന്ന് പറയും. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്വത്താകട്ടോ, 5 നില വീടുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ഒരു ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട്, പകൽ ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഉണ്ട് ഞാനും അച്ഛനും കൂടെ ഭക്ഷണം കഴിക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര വിൽ പവറുള്ള ഒരാളാണ്. ഇപ്പോൾ ചുറ്റും നല്ല ചെറുപ്പക്കാർ നിൽക്കുക, MCOംകാരും BCOംകാരും ഒക്കെ നിന്നിട്ട് ഇങ്ങനെ വെള്ളം എടുത്തു കൊടുക്കുന്നു. എന്തോ മര്യാദയ്ക്ക് നിൽക്കുവാന്നറിയാമോ? അപ്പോൾ പറയാം, എന്താണെന്നറിയാമോ ബ്രദർ, ഇവരിങ്ങനെ നിൽക്കുന്നത്, ഞാനിതിൽ ആർക്കും ഷെയർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരുത്തൻ എന്തോ കിട്ടും എന്നോട് പതുക്കെ പറയാം, ഇവരൊക്കെ ഇത്ര അനുസരണത്തോടെ നിൽക്കുന്നറിയാമോ?
അതാർക്ക് കിട്ടും, ഇതാർക്ക് കിട്ടും, ഞാനിപ്പോൾ ഉടനെ ഒന്നും കൊടുക്കത്തില്ല, ഇവന്മാരെങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ. അവസാനം വരെയും പുള്ളി കൊടുത്തില്ല. പിന്നെ ഞാൻ അറിഞ്ഞത് ഒരാൾ പറഞ്ഞത്, പിന്നെ അവർ തന്നെ പുള്ളി മരിച്ചു കഴിഞ്ഞാൽ കൊടുത്തത്. അപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുക. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലത്ത് ഇവർ കണ്ടമാനം കളയരുത്, ഇവർക്ക് വിനയം വരണമെന്നുള്ള ട്രെയിനിങ് കൊടുക്കുക പുള്ളി. ഇനി ചില മാതാപിതാക്കൾ ഒന്നും ചോദിക്കാതെ അങ്ങ് കൊടുക്കും, പെട്ടെന്ന് കൊടുക്കും. ചില പിള്ളേരെ കിട്ടിയാലോ കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയാണ്, പെട്ടെന്നാണ് പീച്ചി പാന്തി കളയുന്നത്. കുറേ ദിവസം കൊണ്ട് എല്ലാം ലോട്ടറി അടിച്ചവരുടെ കാര്യം പറഞ്ഞ പോലെ 1 കോടി അടിച്ചപ്പോൾ ഇപ്പം കടവാണ്, ശരിയായിട്ടൊന്നും വിനിയോഗിക്കാൻ അറിയത്തില്ല. ഇതുപോലെ പലരും സഭയെ കൈകാര്യം ചെയ്യുന്നത്. കർത്താവ് സ്വന്തം രക്തത്താൽ ഇത് വിയർപ്പിൻ്റെ ഫലമായിട്ട് കാരണവന്മാർ ഇത്രയും വേദനപ്പെട്ട് പറയുന്നെങ്കിൽ കർത്താവ് പറയുന്ന എന്താണ്? ഇതെന്തിനാ എഴുതി വെച്ചേക്കുന്നത്? കുഞ്ഞുങ്ങളെ, ഈ സഭയുണ്ടല്ലോ, ഞാൻ വിയർത്തുണ്ടാക്കിയതല്ല, പിന്നെയോ എൻ്റെ വിയർപ്പ് ചോരത്തുള്ളി പോലെ ഒഴുകത്തക്കവണ്ണം ഞാൻ രക്തം കൊടുത്ത് സമ്പാദിച്ച സഭയാണ്. ഇത് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മ സംസാരിക്കുന്നുണ്ടോ? സംസാരിച്ച് നമ്മൾ എങ്ങനെയായിരിക്കും സഭയെ ചെയ്യുന്നത്? നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കും. ഉപ്പിനാൽ രുചി വരും, രുചി വരും. ഞാൻ മൂലം സഭയിലൊരു പ്രശ്നം ഉണ്ടാകല്ലേ. കർത്താവ് ഇങ്ങനെ സഭയെ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മളായിട്ട് തകർത്ത് കളയല്ലേ. നമുക്കൊരു വാക്യം നോക്കാം. ഈ അടിസ്ഥാനത്തിൽ പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? സദൃശവാക്യം 14:1. സദൃശവാക്യം 14:1 നോക്കിക്കേ. ജ്ഞാനമായവൾ തൻ്റെ വീട് പണിയുന്നു. പണിയുന്നു. ഇപ്പോൾ എത്രയോ പിള്ളേരാ അങ്ങ് വിവാഹമോചനം നടത്തുക ഇല്ലേ? സ്ത്രീകൾ ജ്ഞാനമുള്ളവർ തൻ്റെ വീട് പണിയുന്നു. പോഷത്വമായുള്ളോ അവിടെ എല്ലാം തന്നെ ഇപ്പോൾ പൊളിച്ചാൻ കളയുക. എനിക്ക് പറ്റത്തില്ല, എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത സമയത്ത് ഞാൻ ഒരു വാർത്ത വായിച്ചതാ, ഒരു വിവാഹമോചനം. എന്താ ഭർത്താവ് കൂർക്കം വലിക്കുന്നെന്നും പറഞ്ഞ് വിവാഹമോചനം. സഹിക്കാൻ വയ്യ. ഉള്ളത് വാർത്ത വന്നതാ. ജ്ഞാനമായവൾ എന്തു ചെയ്യും? തൻ്റെ വീട് പണി. കുടുംബജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ജ്ഞാനമായ തൻ്റെ വീട് പണിയും. എന്തേലും കാരണം കാരണം പൊളിച്ചു കളഞ്ഞാലോ പോഷത്വമായത്. ഇതുപോലെ സഭയിൽ നമ്മൾ കർത്താവ് സഭ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൂട്ടർ എന്ത് ചെയ്യുക? പൊളിച്ചുകൊണ്ടിരിക്കുക. 2 പരിപാടിയാണ് സഭയെ നടക്കുന്നത്. കർത്താവ് സഭയെ പണിതുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പത്രോസ് ഈ പറയുമ്പോൾ ഞാൻ എൻ്റെ സഭയെ പണിയുന്ന കർത്താവാ. പൊളിച്ചു കളയുന്ന ആരാ? പോഷത്വമായോ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇടിച്ചു കളയാനല്ല, പണിയാനത്ര ഇല്ലേ. നമുക്ക് ആ വാക്യം നോക്കാം. 2 കൊരിന്ത്യർ 10:8. കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യം. കൊരിന്ത്യർ 10:8. ഇടിച്ചു കളയാനല്ല. അധികാരം കൊടുത്തു ഇല്ലയോ? ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെ ഉണ്ട് അധികാരം? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാം, ദൈവം എനിക്ക് അധികാരം തന്നെ. എന്തിനാ? ഇടിച്ചു കളയാനല്ല. ഇവിടുന്ന് ഒരാൾ ഇരുന്നിട്ടൊരു സാക്ഷ്യം പറയുമ്പോൾ, ഉദ്ദേശിച്ചവർ മാത്രമല്ല വിശ്വാസം സാക്ഷ്യം പറയുമ്പോൾ, ഒരു പാടുമ്പോൾ പറയണം ഇടിച്ചു കളയാനല്ല, പിന്നെ പണിയാനാണ് ഞാൻ ഈ പാടുന്നത് കേട്ടോ. ഇടിച്ചു കളയാനല്ല, പണിയാനാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇടിച്ചു കളയാനല്ല, പണിയാനാണ് സഭയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. ഇടിച്ചു കളയാനല്ല, പണിയാനാണ് വചനം സൂക്ഷിക്കുന്നത്. ഇടിച്ചു കളയാനല്ല, പണിയാനാണ് ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. ലക്ഷ്യം എന്തായിരിക്കണം? പണിയുക. കർത്താവ് പണിയുന്നു, നമ്മൾ കൂടെ നിന്ന് സന്തോഷിക്കുക. ഇടിച്ചു കളയരുത്. അപ്പോൾ ആരാ ഇടിച്ചു കളയുന്നത്? പോഷത്വമായവർ. ആത്മീയമായിട്ട് ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഇടിച്ചു കളയുന്നത്. ജ്ഞാനമായവളോ പണിയും. ജ്ഞാനമായൊരു പണി. അപ്പോൾ നമുക്ക് ആത്മീയ ജ്ഞാനം വേണം സഭയെക്കുറിച്ചല്ലേ. അതിനെന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് സഭയിൽ നന്നായി ജീവിക്കാനുള്ള ജ്ഞാനം തന്നെ. പൗലോസ് അതിന് പ്രാർത്ഥിക്കുകയായിരുന്നു ജ്ഞാനത്തിന് വേണ്ടി അല്ലേ. നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുണ്ട്. പൗലോസിൻ്റെ പ്രാർത്ഥന ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായിട്ട് കർത്താവിന് യോഗ്യമായ മണ്ണം നടന്ന് അല്ലേ, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും. എടുത്തെങ്കിൽ വായിച്ചോ. ആ